അറിഞ്ഞില്ലേ തുറക്കിലടച്ചതറിഞ്ഞില്ലേ തുറക്കിലടച്ചതറിഞ്ഞില്ലേ ബിജെപിയുടെ കള്ളക്കേസ് ബിജെപിയുടെ കള്ളക്കേസ് കാട്ടിലെറിയും കട്ടായോ കാട്ടിലെറിയും കട്ടായോ ബിജെപിയുടെ കള്ളക്കേസ് ബിജെപിയുടെ കള്ളക്കേസ് കാട്ടിലെറിയും കട്ടായോ കാട്ടിലെറിയും കട്ടായോ ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇവര് നിർബന്ധിത മതപരിവർത്തനം നടത്തി 2 കുട്ടികളെ മതപരിവർത്തനം നടത്തിയെന്ന തെറ്റായ വ്യാജമായ കള്ള പ്രചാരവേല നടത്തിക്കൊണ്ട് അവർക്കെതിരായി കേസെടുത്ത് അവരെ ജയിലിലാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കന്യാസ്ത്രീമാർക്ക് ഇന്ത്യയിലെ മതപുരോഹിതന്മാർക്ക് പുറത്തു നടക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴികെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തെ മതപുരോഹിതന്മാർക്ക് അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് റോഡിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തെ സംഘപരിവാർ സംഘടന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെതിരായി വലിയ നിലയിലുള്ള പ്രതിഷേധം ഈ ഇന്ത്യ രാജ്യത്താകെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു RSSന്റെ പ്രവർത്തകൻ, ഒരു ബജരംഗ് ദളിന്റെ പ്രവർത്തകൻ അവന് പെട്ടെന്നുണ്ടായ ഒരു തോന്നലല്ല. 1925 മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ആശയം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി RSSും സംഘപരിവാറും തീരുമാനിച്ചതിൻ്റെ ഭാഗമായി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ രാജ്യത്തെ ഹിന്ദുക്കളല്ലാത്ത മറ്റ് എല്ലാവരെയും ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ശത്രു മുസ്ലിമാണെന്ന് പഠിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണെന്ന് പഠിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ശത്രു അത് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പഠിപ്പിക്കുന്ന RSSന്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ കുട്ടികളെ വിളിച്ചു വരുത്തി, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി പഠിപ്പിച്ച് ഈ രാജ്യത്താകെ മതവിദ്വേഷം ഈ വ്യാപകമാക്കി ഇവിടെ നമ്മുടെ രാജ്യത്ത് മതസ്പർദ്ധ വരുത്താൻ ആവശ്യമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ നീക്കത്തിൻ്റെ തുടർച്ചയാണ് ഇതെന്ന് നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, 1992 ഇവിടെ ബാബറി പള്ളി പൊളിച്ചതു മുതൽ 2002 ഗുജറാത്ത് കലാപം മുതൽ 2008 നടന്ന 157 പള്ളികൾ പൊളിച്ചുകൊണ്ടുള്ള 2000-ഓളം വരുന്ന ബജറംഗ് ദളിന്റെ പ്രവർത്തകന്മാർ പള്ളികൾ പൊളിച്ച പ്രശ്നങ്ങളടക്കം കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് കരോൾ നടത്തുമ്പോൾ ആ കരോൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ തടഞ്ഞുകൊണ്ട് ആ കരോളിനകത്തേക്ക് കയറി ജയ് ശ്രീറാം വിളിപ്പിച്ച ആ സംഘപരിവാറിൻ്റെ സംഘടനാ രാഷ്ട്രീയം, അവരുടെ ഹിന്ദുത്വ പ്രത്യയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, മറ്റ് ആളുകൾക്ക് ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നെല്ലാം ഈ ഭരണകർത്താക്കൾ തീരുമാനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കണം. ആ പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഇതിനെതിരായി നിലപാട് സ്വീകരിക്കാൻ, ഈ ഭരണഘടനയെ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? നിങ്ങൾ നോക്കൂ, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യം ഈ ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ഈ ഹിന്ദുമതം മാത്രം മതി എന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നടപ്പാക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തെ ചോരപ്പുഴ ഒഴുക്കുന്നതിന് ആവശ്യമായ നീക്കം നടത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ 2 സിസ്റ്റർമാർ അവരോടൊപ്പം പഠിപ്പിക്കാൻ 2 കുട്ടികളെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി അവരെ പഠിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന പ്രവർത്തനം, മിഷണറി പ്രവർത്തനം ഈ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും നടത്തിയിട്ടില്ലേ? കാന്തല്ലൂരിലെ, കീഴാന്തൂരിലെ, പൈസ്നഗറിലെ, പറയൂരിലെ, മൈക്കൽഗിരിയിലെ, അതുപോലെ തന്നെ പള്ളനാട്ടിലെ സ്കൂള്, ഈ നാട്ടിലെ സ്കൂളുകൾ ആരംഭിച്ചതാരാണ്? ഇവിടെ ഏതെങ്കിലും സ്കൂളുകൾ സേവാഭാരതി ആരംഭിച്ചിരുന്നോ? ഈ നാട്ടിലെ RSSകാരന്, ഈ നാട്ടിലെ സംഘപരിവാറുകാർക്ക്
പഠിക്കാൻ അവസരമുണ്ടാക്കിയത് ഈ നാട്ടിലെ ഇവിടുത്തെ ഇതേ വസ്ത്രമണിഞ്ഞ ഇതേ കന്യാസ്ത്രീമാരാണ്. ഈ നാട്ടിൽ വന്ന് 50-60 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വരാൻ മടിക്കുന്ന സ്ഥലത്ത്, കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ മടിക്കുന്ന സമയത്ത്, അക്ഷരാഭ്യാസം പഠിക്കാൻ ജാതിയിൽ കുറഞ്ഞ ആളുകൾക്ക് അവകാശമില്ലാതിരുന്ന സമയത്ത്, ഈ നാട്ടിലെ അധസ്ഥ്യബോധ്യപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് ഈ നാട്ടിലേക്ക് വന്ന് പാവപ്പെട്ടവനെ സ്കൂളുണ്ടാക്കി അവനെ പഠിപ്പിക്കാൻ, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പഠിപ്പിക്കാൻ ആവശ്യമായ നീക്കം നടത്തിയ, അങ്ങനെ ഈ നാട്ടിലെ ആളുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത ആ കന്യാസ്ത്രീമാരെ അവരുടെ ശിരോവസ്ത്രം തെരുവിൽ വച്ച് വലിച്ചു കീറുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ സംഘപരിവാറും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ മുമ്പോട്ട് വരണ്ടേ? ഈ സംഘപരിവാർ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഈ മറയൂരിലെ അടക്കമുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ വരണ്ടേ? ഇവിടെ കോവിൽക്കടവ് അമ്പലത്തിൽ അവിടെ പോയി ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ RSSന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന, അവിടെ ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന, ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ആ RSSന്റെ നേതാക്കന്മാർ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ നയം, ഈ മറയൂരിൻ്റെ നയം ഇതാണോ? നിങ്ങൾ കന്യാസ്ത്രീമാരെ ശത്രുക്കളായി കാണുന്നവരാണോ? നിങ്ങൾ ഈ നാട്ടിലെ കന്യാസ്ത്രീമാരെ, നിങ്ങൾക്ക് അധികാരമുണ്ടായാൽ, ഈ മറയൂരിൽ നിങ്ങൾക്ക് അധികാരമുണ്ടായാൽ, ഈ കേരളത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ടായാൽ, ഈ സിസ്റ്റർമാരുടെ ശിരോവസ്ത്രം നിങ്ങൾ ഇതുപോലെ വലിച്ചു കീറുമോ? നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയണം, ഈ നാട്ടിലെ ആളുകളോട് പറയണം. സംഘപരിവാറിൻ്റെ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ കുട്ടികളെ എന്തിനാണ് അക്രമം പഠിപ്പിക്കുന്നത്? എന്തിനാണ് ആയുധമെടുത്ത് പഠിപ്പിക്കുന്നത്? ആ ആയുധമെടുത്ത് പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും ഈ നാട്ടിലെ ദുർബല ജനവിഭാഗങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ? RSS ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ബാധ്യസ്ഥരുള്ളവരാണ്. നിങ്ങൾ നോക്കൂ, ഈ നാട്ടിലെ മറയൂരിലെ അടക്കം മുഴുവൻ ആളുകൾക്ക് ഇവിടെ സ്കൂൾ ആരംഭിക്കാൻ, അവരെ പഠിപ്പിക്കാൻ, ഞാൻ ചോദിക്കട്ടെ, മറയൂരിൽ 55 ആദിവാസി കുടിയുണ്ട്. ഈ മറയൂരിലെ ട്രൈബൽ ഓഫീസിന് കീഴിൽ 55 ആദിവാസി കുടി. ഈ 55 ആദിവാസി കുടിയിലെയും ഇപ്പോൾ ഒരു 50 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തത്, അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ഹോസ്റ്റൽ പണിത് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തത് ഈ നാട്ടിലെ ക്രിസ്ത്യൻ സമുദായമല്ലേ? ഈ നാട്ടിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ നാട്ടിലെ കന്യാസ്ത്രീമാരല്ലേ? ഏതെങ്കിലും ഒരു മുതുവാ സമുദായത്തിൽപ്പെട്ട കുട്ടി, ഏതെങ്കിലും ഒരു ഹിൽപ്പുലിയ സമുദായത്തിൽപ്പെട്ട കുട്ടി, ഏതെങ്കിലും ഈ നാട്ടിലെ ഏതെങ്കിലും മറ്റ് ജാതിയിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ? ഈ അഞ്ചുനാട് ഗ്രാമത്തിലെ ആരെങ്കിലും മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയാക്കിയിട്ടുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും ആദിവാസിയെ ക്രിസ്ത്യാനിയാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അവർ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്നത്? ഈ നാട്ടിൽ വന്ന് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത് ഏതെങ്കിലും ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന, ഈ നാട്ടിലെ ഒരു നൂറ്റാണ്ടുകാലം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, അവരുടെ വിവാഹ ജീവിതമടക്കം മാറ്റിവെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടുള്ള കന്യാസ്ത്രീമാരെ ഇത്തരത്തിൽ വഴിയിൽ ശിരോവസ്ത്രം വലിച്ചു കീറി ആക്രമിച്ച് അവരെ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് അവരെ ജയിലിലടക്കുന്ന ഈ കിരാത നയത്തിനെതിരായി പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ കോൺഗ്രസിന് നട്ടലുണ്ടോ? ഈ നാട്ടിലെ മറയൂരിലെ കോൺഗ്രസിന് നട്ടലുണ്ടോ? നിങ്ങളുടെ നയം എന്താണ്? ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നയം എന്താണ്? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് വ്യക്തമാക്കണം. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ നാട്ടിൽ പാവപ്പെട്ടവർ, പിന്നോക്കക്കാർ, അവരെ സംരക്ഷിക്കുന്ന, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന, ഈ നാട്ടിലെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന, ഈ നാട്ടിലെ മതേതരത്തെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാൻ CPIM പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം വന്നപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലെ ഈ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ 5 നാട്ടിലെ പാവപ്പെട്ടവർക്ക് അക്ഷരം നൽകിയ, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം നൽകിയ ആ കന്യാസ്ത്രീമാരുടെ സമൂഹം തന്നെയാണ്, മലയാളികളായ കന്യാസ്ത്രീമാരാണ് ഇന്ന് അവിടെ ജയിലിനകത്ത് കഴിയുന്നത്. ഈ മറയൂരിലും കാന്തല്ലൂരിലും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കന്യാസ്ത്രീ സമൂഹത്തിൽപ്പെട്ടവരാണ് ഇന്ന് BJP പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്, RSS പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അവരെ ജയിൽ മോചിതരാക്കാനും ഈ സമൂഹത്തിന് വേണ്ടി അവർ നടത്തിയ സേവനത്തെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത്. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണകൾ നൽകണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അവരെ ജയിൽ മോചിതരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, സംഘപരിവാർ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ആളുകളെ
ഇത്തരത്തിലുള്ള കള്ളക്കേസ് ഉണ്ടാക്കുന്ന നടപടിക്ക് വിരാമം കുറിക്കണമെന്നാണ് ഞങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബാബു இந்த கண்டன பொதுக்கூட்டத்தில் தலைமை நடத்திய நம்முடைய டவுன் லோக்கல் செக்ரட்டரி அண்ணாதுரை, அதுபோல் இந்த கண்டன பொதுக்கூட்டத்தில் ஏரியா கமிட்டி அங்கங்கள், லோக்கல் கமிட்டி மெம்பர்மார், வார்டிலிருந்து வந்திருக்கக்கூடிய சிபிஎம்னுடைய பாதி அங்கங்கள் எல்லோருக்கும் மாலை நேரம் வணக்கம். இந்த மாலை நேரத்தில் என்னத்துக்கு வேண்டி இப்படி ஒரு கண்டன பொதுக்கூட்டம் நடத்துகிறோம் அப்படிங்கிற காரியத்தை குறித்து முன்னாடி பேசினேன். லோக்கல் செக்ரட்டரி அதுபோல் ஏரியா செக்ரட்டரி தெளிவாக சொன்னாங்க. இதெல்லாம் ஒரு கண்டிக்கத்தக்க ஒரு காரியம்தான். ஏன்னா ஒரு செஸ்டுமாருக்கு இப்படி ஒரு நிலைமை ஏற்படும் போது பாய்க்குள்ளே நம்மளை பொறுத்தளவெல்லாம் எந்த ரீதியில் பிரிக்க போகுதுன்னு சொல்ல முடியாது. அந்த அளவுக்கு ஒரு காரியம் தான் நடந்துக்கிட்டு இருக்குது. இப்போ நாலாம் படித்தது பார்த்திங்கன்னா சின்னக்கானல் எல்பி ஸ்கூலில் பாத்திமா மாதா, அதாவது 1ஆம் கிளாஸ் 4ஆம் கிளாஸ் வரைக்கும் அன்றைக்கி அங்கே வந்துட்டு அந்த சிஸ்டமாக ஸ்கூல் தான் இருந்துச்சு. அங்கே அந்த ஸ்கூல் இருக்குது. இன்றைக்கி அது ஹைஸ்கூல் ஆகிருக்கு. அப்போ அப்படி பார்க்கும்போது இந்த 5 நாட்டில் எடுத்துக்கிட்டிங்கன்னா எந்த ஒரு 50 வயசாக இருக்கட்டும், 60 வயசாக இருக்கட்டும், இல்லை ஒரு 20 வயசாக இருக்கட்டும், இவங்க எல்லாருமே படித்து வந்ததுன்னா அந்த சிஸ்டமாக இருக்குல்ல ஸ்கூலில் தான் எல்லோரும் படித்து வந்துருப்பாங்க. ஏன்னா அதுக்கு மேலே தான் ஸ்கூலுக்கு வந்திருக்கு. அப்போ அதனால் அந்த சிஸ்டமாக வந்துட்டு ஒரு பிள்ளைகளை நல்ல ரீதியில் கொண்டு போகணும், அவங்கள எல்லாம் படிக்க வைக்கணும், அதே மாதிரி அவங்களுக்கு ஒரு வேலை வாய்ப்பு வாங்கி கொடுக்கணும், அந்த ஒரு எண்ணத்தில் தான் அவங்க செயல்படுவாங்க. ஏன்னா என்னோடய வார்டுலேயும் மைக்கேல் ஸ்கூலில் அதே மாதிரி தான் சிஸ்டம் மாதிரி இப்போ இடப்பட்டுக்கிட்டு இருக்காங்க. அங்கே இப்போ 4ஆம் கிளாஸ் இருந்தது, இப்போ 7ஆம் கிளாஸ் வரைக்கும் ஆயிருக்கு. அதுக்கும் சிஸ்டமார்க்கில் ஒரு முன் கடன் எடுத்து தான் அந்த காரியங்களாம் செஞ்சுருக்காங்க. அப்போ இப்படிலாம் செய்கிறவங்களை குறித்து இப்படி ஒரு அவதூறான வழக்குகளை போட்டு அவங்கள சிறையில் அடைக்கிறது வந்துட்டு இது நம்ம இந்தியாவுக்கு உள்ள நம்ம உலகத்துக்கு இது ஒரு அவமான பிரச்சனை தான். அதனால் இது ஒரு வன்மையாக நாங்கள் கண்டிப்பாக பார்ட்டியிலிருந்து இது இந்த மாதிரி இவங்களை வந்து விடுதலை அவங்களை இது பண்ணலாம் அப்படின்னா இந்த காட்டில் ஒரு பெரிய ஒரு போராட்டம் நடக்கும். இன்றைக்கெல்லாம் காலையில் பார்க்கும்போது நம்முடைய எம்பிமாருங்க பாராளுமன்றத்திலையும் இதுக்கு காலையிலேயே ஒரு கண்டனம் வந்து தெரிவிச்சிருக்காங்க. அது மாதிரி எல்லா இடத்துலையும் நம்ம பிளான் ரீதியாக இருக்கட்டும் எல்லாரும் ஒத்துக்கிறது ஒரு கண்டனம் கூட்டம். அதனால் இந்த பொதுக்கூட்டத்தில் அவங்க கலந்துக்கொண்ட இன்னைக்கு அது இல்லாமல் ஆக்குவதற்காக எந்த மதத்தை வேணாலும் பின்பற்றலாம், எந்த ஜாதி வேணாலும் நம்ம இருக்கலாம், எந்த சாப்பாடு வேணாலும் சாப்பிடலாம், அந்த உரிமை இந்தியாவில் உள்ள மக்களுக்கு எல்லாருக்குமே இருக்குது இந்தியன் அரசியலமைப்பு சட்டத்தின் பிரகாரம். ஆனால் இதை அட்டிமறிக்கிறதுக்காக வேண்டி இங்கே உள்ள மக்களை அட்டிமறித்து இங்கே வந்துட்டு இந்துத்துவ கொள்கையை நிலைநிறுத்துவதற்காக வேண்டி இன்னைக்கு கிறிஸ்தியானிகளையும் அதுபோல தலித்துகளையும் அதுபோல கம்யூனிஸ்டுகாரர்களையும் இல்லாமல் ஆக்கக்கூடிய ஒரு செயலாக்கம் இன்னைக்கு RSS இன்னைக்கு இங்கே கேரளத்தில் நடத்திட்டு இந்தியாவில் நடத்திருக்காங்க. அப்போ இது வந்துட்டு மிகவும் வன்மையாக கண்டிக்கக்கூடிய ஒரு செயலாகும். இது RSS உடனடியாக இன்னைக்கு அரசு பண்ண கிறிஸ்துமார்களை வந்துட்டு உடனடியாக விடுவிக்கணும். அவங்க எந்த விதமான ஒரு தவறுகளும் செஞ்ச ஆளுகள் கிடையாது. அதுக்கு கரெக்டான நீதி கிடைக்கலாம்னு சொன்னால் இன்னைக்கு நாங்கள் இன்னைக்கு ஒரு பிரதிஷேதம் இன்னைக்கு கேரளத்தின் பார்லிமெண்ட் கூட நாங்கள் சந்திக்கிற அளவுக்கு எங்களால் சமரம் நடத்த முடியும். அதனால இன்னைக்கு நடத்தக்கூடிய இந்த பிரதிஷேத சமரம் இந்த சமரத்திற்கு மக்களை அட்டிமறித்து இங்கே வந்துட்டு இந்துத்துவ கொள்கையை நிலைநிறுத்துவதற்காக வேண்டி இன்னைக்கு கிறிஸ்தியானிகளையும் அதுபோல தலித்துகளையும் அதுபோல கம்யூனிஸ்டுகாரர்களையும் இல்லாமல் ஆக்கக்கூடிய ஒரு செயலாக்கம் இன்னைக்கு RSS இன்னைக்கு இங்கே கேரளத்தில் நடத்திட்டு இந்தியாவில் நடத்திருக்காங்க. அப்போ இது வந்துட்டு மிகவும் வன்மையாக கண்டிக்கக்கூடிய ஒரு செயலாகும். இது RSS உடனடியாக இன்னைக்கு அரசு பண்ண கிறிஸ்துமார்களை வந்துட்டு உடனடியாக விடுவிக்கணும். அவங்க எந்த விதமான ஒரு தவறுகளும் செஞ்ச ஆளுகள் கிடையாது. அதுக்கு